ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നാളെ ഈദാണ്. ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ്. ഞാൻ ഇപ്പോൾ പോയി മുടിയൊക്കെ വെട്ടി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പോയി കിടന്ന് ഉറങ്ങിയിട്ട് നാളെ രാവിലെ എണീറ്റ് നമുക്ക് പൊളിക്കാം. ഗുഡ് മോർണിംഗ് ഗൈസ്. രാവിലെ തന്നെ ഞാൻ ഇത് കുളിച്ച് റെഡിയായി എണീറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഈദ് ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട്? സംഭവം കിടുവല്ലേ? എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ പറയൂ ഗൈസ്. എനിവേ, ഈ കിടു ഔട്ട്ഫിറ്റൊക്കെ ഇട്ടിട്ട് ഞാൻ ഇന്ത്യൻ സ്കൂളിൽ പെരുന്നാൾ നിസ്കരിക്കാൻ പോവാണ്. അപ്പോൾ പെരുന്നാൾ നിസ്കരിക്കാൻ ഇന്ത്യൻ സ്കൂളിൽ പോയാൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് പേര് അവിടെ നിന്ന് കാണാൻ പറ്റും. നമ്മളെ പഴയ ഫ്രണ്ട്സിനും എല്ലാവരും വെച്ചാൽ നമ്മളെ ഈദിന് പ്രത്യേകിച്ച് ഇന്ത്യൻ സ്കൂളിൽ വരാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളെ എല്ലാ ഫ്രണ്ട്സിനെ ഒന്നിച്ച് കാണാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അപ്പം ഈദിൻ്റെ ഫസ്റ്റ് മോർണിംഗ് തന്നെ നമ്മൾ അവിടെ വന്ന് എല്ലാവരും കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. നമ്മൾ കുറച്ച് നേരത്തെ അവിടെ എത്തി. അപ്പം നമ്മൾ എത്തി കുറേ കഴിഞ്ഞാണ് ആൾക്കാരൊക്കെ വന്നത്. പതുക്കെ ആ ഗ്രൗണ്ട് സത്യം പറഞ്ഞാൽ ഫുള്ളായി. അത്രയ്ക്ക് തിരക്കായിരുന്നു അവിടെ. ബഹ്റൈനിലെ ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷനും അതേപോലെ സുന്നി ഔക്കാഫും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു ഈദ്ഗാഹ് ഇവിടെ സംഘടിപ്പിച്ചത്. അപ്പം അവർക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ്. ഈദ്ഗാഹിൽ ഇവിടെ നിസ്കരിക്കാൻ വേണ്ടി ഒരു ജനസാഗരം തന്നെ സത്യം പറഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്നു. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും അവരുടെ ഫ്രണ്ട്സിനെയും ഫാമിലീസിനെയൊക്കെ മീറ്റ് ചെയ്ത് ആ ഒരു സന്തോഷം പങ്കിട്ടു. സത്യം പറഞ്ഞാൽ ഞാനും എൻ്റെ ഒരുപാട് ഫ്രണ്ട്സിനെ കണ്ടു. പക്ഷേ എനിക്ക് എല്ലാത്തിനെയും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. ഏറ്റവും വലിയ ടെസ്റ്റ് എന്ന് വെച്ചാൽ ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മാഹറും സെയിം ഔട്ട്ഫിറ്റ് ആയിരുന്നു ഗൈസ്. ഇട്ടിരുന്ന സോക്സിൻ്റെ കളർ വരെ സെയിം ആയിരുന്നു. എനിവേ, അത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്നത് ഞാൻ പണ്ട് പഠിച്ച മദ്രസയിലായിരുന്നു. അവിടെയും ഒരുപാട് പേരെ കാണാൻ പറ്റി. ഒരുപാടധികം സന്തോഷമായി. അങ്ങനെ പരിചയക്കാരെല്ലാം കണ്ടു നേരെ വണ്ടി കയറി വീട്ടിലോട്ട് പോയി. ബിക്കോസ് ഉമ്മയുടെ ബ്രേക്ക്ഫാസ്റ്റ് ഈസ് വെയിറ്റിംഗ് ഫോർ അസ്. അത് കഴിഞ്ഞിട്ട് ഉമ്മാൻ്റെ സ്പെഷ്യൽ ലഞ്ചും ഉണ്ട്. അപ്പോൾ എങ്ങനെയാ, പൊളിക്കുമല്ലേ? അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് സുഖമായിട്ടൊരു ഉറക്കം. ഇനി ഉച്ചക്കത്തെ കാര്യം നെത നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പൊ ഇന്ന് ഈദല്ലേ, എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പൊ ഞാൻ വന്നിട്ടുള്ള, നമ്മൾ രാവിലെ പള്ളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും വന്നു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇപ്പൊ ലഞ്ച് കഴിക്കാൻ പോവാണ്. അങ്ങനെ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ച് ഫുൾ സെറ്റാക്കി അസറൊക്കെ നിസ്കരിച്ചിട്ട് നമ്മൾ നേരെ ബഹ്റൈനിൽ പുതിയതായിട്ട് ഓപ്പൺ ആയ അവന്യൂസിന്റെ എക്സ്റ്റൻഷനിലോട്ടാണ് പോയത്. സംഭവം അവിടെ കിടുവായിരുന്നു. നല്ല അടിപൊളി ഒരു ആംബിയൻസും എക്സ്പീരിയൻസും ആയിരുന്നു. അവിടെ നമ്മൾ ഫാമിലി ആയിട്ട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തു. ബട്ട് ഞാൻ അധികം വീഡിയോ ക്ലിപ്സ് ഒന്നും എടുത്തിട്ടില്ല. ബിക്കോസ് നമ്മുടെ ഈദിൻ്റെ മെയിൻ ആ ഒരു ഓളം ഒക്കെ വന്നത് ഇതിൻ്റെ സെക്കൻഡ് ഡേ ആയിരുന്നു. സോ ഗായ്സ്, വെൽക്കം ടു ദി സെക്കൻഡ് ഡേ ഓഫ് ഈദ്. ഇതിൻ്റെ സെക്കൻഡ് ഡേ ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ വന്നത് ബഹ്റൈനിലെ വോട്ടോ ഗാർഡനിലാണ്. നമ്മുടെ ഫാമിലി ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാവരും കൂടെ ഒരുമിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നു. ഇവിടെ ഇരുന്ന് കഴിച്ച് പാട്ടൊക്കെ പാടി ഒരുപാട് എൻജോയ് ചെയ്തു. ഇവിടെ സൈക്കിൾ വെച്ച് എന്തൊക്കെയോ കാണിക്കാൻ ശ്രമിക്കുന്ന ഹാലിഫിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മളെല്ലാവരും കുറേ നേരം സംസാരിച്ചിരുന്നിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഗൈസ്, ഇവിടെ 3 ചോറ് തിന്നാനിരിക്കുന്ന നാഫിയ നൗഷാദ് 3 എണ്ണമൊക്കെയാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും അവരുടെ ഈദ് എക്സ്പീരിയൻസ് പറയാൻ തുടങ്ങി. ഇത് ഉഷാറായി, നന്നായിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് ബഹ്റൈനിൽ ഞങ്ങൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തിനെക്കാട്ടിലൊക്കെ മികച്ചതായിട്ട് ഈ പ്രാവശ്യത്തെ ഈദ് നമ്മൾ അത്യാവശ്യം എൻജോയ് ചെയ്തിട്ടുണ്ട്. എന്തായാലും എല്ലാവർക്കും നിങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ കാണുന്ന നിങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ചെറിയ പെരുന്നാൾ ആശംസകൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. നമ്മൾ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഊഷ്മളമായ ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന ഈ ചെറിയ പെരുന്നാൾ ദിനത്തിൽ നമ്മൾ ഫാമിലി, നമ്മുടെ ചങ്കുകളെല്ലാം കൂടെ ചേർന്ന് ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ, അൽഹംദുലില്ലാ. പരസ്പരം സ്നേഹിക്കുവാനും സ്നേഹം പങ്കുവയ്ക്കുവാനും നമുക്കെല്ലാവർക്കും ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയട്ടെ. റബ്ബിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതേപോലെ നമ്മുടെ നൗഷാദ് മഞ്ഞപ്പാറ, മൊയ്തീൻ സാഹിബ്, അനസ് മഞ്ഞപ്പാറ, അവരുടെ ഫാമിലികൾ എല്ലാവരും ഉണ്ട് കൂട്ടായിട്ട്. ഇൻഷാ അല്ലാഹ് ഈ ഒരു ബന്ധം നമുക്ക് മരിക്കുന്നവരെയും നിലനിർത്താനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും. എൻജോയ് ചെയ്തില്ലേ? എല്ലാവരുമായിട്ട് കളിച്ചില്ലേ? അൽഹംദുലില്ലാഹ്, ഒരു പുണ്യ റമദാൻ കഴിഞ്ഞു. അതിൻ്റെ ഈദ് നമ്മൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫാമിലി എല്ലാവരും ഗെറ്റ് ടുഗദറായിട്ട് വന്നതാണ്. നമ്മൾ നാട്ടിലായിരുന്നെങ്കിൽ രാവിലെ പള്ളിയിൽ പോയിട്ട് ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോയി ജസ്റ്റ് വിസിറ്റ് നടത്തി തിരിച്ച് വീട്ടിൽ വരും. അതോടുകൂടി പെരുന്നാളോടെ കഴിഞ്ഞു. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഫുൾ ഫാമിലി, അതായത് നമ്മൾ ബഹ്റൈനിലുള്ള ഒട്ടുമിക്ക എല്ലാവരും ഒരുമിച്ച് തന്നെ കൂടി ചേർന്നിട്ട് എല്ലാവരും ഒരുമിച്ച് ആഹാരം കഴിച്ച് വൻ ഒരു എന്താ പറയുക, ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ഈദായിരുന്നു നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, റാഹത്തായിട്ടൊരു പരിപാടിയായിരുന്നു. എല്ലാവർക്കും എൻ്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ. എല്ലാവർക്കും ഗായകനായ സലീം തയ്യലിനെ ആദരപൂർവ്വം പാട്ട് പാടാൻ ശ്രമിച്ചോളൂ. എല്ലാവരും
ربنا دوما لنا പുതു മണവാട്ടിന്റെ അരിമുല്ലക്കിനാവിലെ അഴകേറും പുതുമാരൻ എന്റെ പിടയ്ക്കുന്ന കരളുകളിൽ മുഹബത്തിൻ മധുരത്തിൽ ഒലിപ്പിച്ച കണ്ണാറെ എന്നെ കുടുക്കിയ പൂമോളെ കടക്കണ്ണിൽ മുന കൊണ്ടകം വെട്ടി പിടിച്ചൊരു പെണ്ണാളെ എന്റെ പിടയ്ക്കുന്ന കരളുകളിൽ മുഹബത്തിൻ മധുരത്തിൽ ഒലിപ്പിച്ച കണ്ണാളെ എന്നെ കുടുക്കിയ പൂമോളെ എന്ന പിട പോലെ കുടുങ്ങി നീ നടക്കും അരളിപ്പും ഇടികൊണ്ട് കവിതകൾ കുറിക്കും അത് കണ്ട് മനസ്സാകെ പത പത പതയ്ക്കും കരിമിഴിയുടെ നോട്ടം കണ്ടാൽ കരളാകെ കനലാട്ടം പെണ്ണെ അഴിവെച്ച് കുഴങ്ങാടി അരികിൽ നീ അടുക്കുമ്പോൾ അകതാരിൽ ഞാട്ടം കടക്കണ്ണിൽ മുന കൊണ്ട് നിടനഞ്ചിനകം വെച്ച് പിടിച്ചൊരു പെണ്ണാളെ എന്റെ വിടയ്ക്കുന്ന കരളുള്ള അങ്ങനെ നമ്മൾ എല്ലാവരും പാട്ടൊക്കെ പാടി ചില്ലാക്കി. ഇപ്രാവശ്യത്തെ ഈദ് അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഒന്നും കൂടി ഈദ് മുബാറക്. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം, സി യു, ബൈ ബൈ, സലാം അലൈക്കും.